ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് റൂമിലേക്ക് എത്തി. അപ്പോൾ ജോർജിയയിൽ നിന്ന് കൊണ്ടുവന്ന സ്ട്രോബെറീസ് ആണ്. നല്ല ഫ്രഷ് സ്ട്രോബെറി ഒരു 1 kg ഒക്കെ അങ്ങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ കൊണ്ട് നല്ലൊരു അടിപൊളി പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആണ്. നല്ല ജോർജിയൻ സ്ട്രോബെറി ആയതുകൊണ്ട് നല്ല മധുരമുണ്ട്, അത്ര തന്നെ ഫ്രഷും തന്നെയാണ്. പിന്നെ ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു. ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ദിവസം കൂടി അവിടെ കിട്ടണമായിരുന്നു, അവിടെ പിന്നെ നിൽക്കണമായിരുന്നു എന്നൊക്കെയാണ് തോന്നുന്നത്. ഭയങ്കര സങ്കടത്തോടെയാണ് നമ്മൾ വന്നത്. കാരണം ഒരു മടുത്തിട്ടില്ല ട്രിപ്പ് പോയിട്ട്, പിന്നെ സ്ഥലങ്ങൾ കണ്ടിട്ടോ ആസ്വദിച്ചിട്ടോ മതിയായിട്ടാ. ഒരു 10 days ഒക്കെ വേണം കേട്ടോ. പിന്നെ ഇങ്ങനെ വേണമെന്നാണ് തോന്നുന്നത്, കാരണം അത്രയും ഉണ്ട് കാണാനും ആസ്വദിക്കാനൊക്കെ. പക്ഷെ നമ്മൾ പിന്നെ നമ്മുടെ പ്ലാന് 5 days 4 nights ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് നമ്മളിവിടെ തിരിച്ചെത്തി. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുത്തെ സ്ട്രോബെറിയാണ്. അപ്പോൾ ഇതിനെ കൊണ്ട് ഞാൻ ഒരു പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. സിമ്പിൾ സ്മൂത്തിയാണ്. നമുക്ക് പിന്നെ വർക്കൗട്ടിനൊക്കെ പോകുന്നതിന് മുമ്പേയുള്ള ഒരു പ്രീ വർക്കൗട്ട് ഡ്രിങ്ക് ആയിട്ടൊക്കെ നമുക്കിത് കുടിക്കാം. അതുപോലത്തെ ഒരു ഷേക്കാട്ടെ ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. പിന്നെ 1 scoop പ്രോട്ടീൻ പൗഡറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എത്ര വേണമെങ്കിലും ചേർക്കാം. 2 scoop യൂസ് ചെയ്യുന്ന ആൾ അത്ര ചേർത്ത് കൊടുക്കാം. സോറി ഗൈസ്, ഐസ് ഇല്ല. ട്രിപ്പെല്ലാം കഴിഞ്ഞ് വന്നതുകൊണ്ട് ഫ്രിഡ്ജൊന്നും ഞാൻ നോക്കിയിട്ടില്ല, പൈസൊന്നും കാണുന്നില്ല. പിന്നെ പാല് നല്ല തണുപ്പുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഐസ് ക്യൂബൊക്കെ ഇട്ട് ചെയ്യുക. നല്ല തണുത്ത് കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരാം. ഷേക്ക് റെഡിയായി. ഇനി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പ്രോട്ടീൻ മിൽക്ക് ഷേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.